നമസ്കാരം, ഞാൻ വിവേക് മോഹൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കത്ത സീസൺ ക്രിക്കറ്റാണ്, ടെന്നീസ് ബോളിൻ്റെ. ഇതുവഴി ഡിസംബർ ടു ഫെബ്രുവരി, ഡിസംബർ ടു മാർച്ചാണ്, ഒരു 3.5 മാസത്തോളാണ് കൊൽക്കത്തയിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഡെയിലി ടൂർണമെൻറ്റ്സ് ആണ്, ഡെയിലി ടൂർണമെൻറ്റ്സ്. ഒരു നോക്കൗട്ട് ടൂർണമെൻറ്റ്സ് ആയിരിക്കും ഭൂരിഭാഗം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്ലേയേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ട്. കാരണം കൊൽക്കത്ത സീസൺ ക്രിക്കറ്റ് കളിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ, കാരണം ഇവിടെ സ്പോൺസേഴ്സ് എങ്ങനെയായിരിക്കും, ഫുഡ് എങ്ങനെയായിരിക്കും, സ്റ്റേ എങ്ങനെയായിരിക്കും, ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇന്നെല്ലാം നമുക്ക് ക്ലിയർ ആക്കാം. പിന്നെ പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സിന് കൊൽക്കത്തയിൽ വന്നാൽ എപ്പോഴും അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ കളിക്കുന്ന സ്റ്റാർസ് ആയിട്ടുള്ള ജഗത് സർക്കാർ ആയിക്കോട്ടെ, സരോജ് പ്രമാണിക് ആയിക്കോട്ടെ, പീക്കു പോൾ ആയിക്കോട്ടെ, ജോൺ ഡി സർക്കാർ, അങ്ങനെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് കൊൽക്കത്തയിൽ കളിച്ച് വളർന്ന് അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവരുടെ ഒപ്പം നമുക്ക് കളിക്കാനുള്ള ചാൻസ് കിട്ടുകയാണ്, അവർക്കെതിരെ പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. അതൊക്കെ ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊൽക്കത്ത ക്രിക്കറ്റിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ നിന്ന് ആരെങ്കിലും മാനേജേഴ്സോ അല്ലെങ്കിൽ ഓണേഴ്സോ ആരെങ്കിലും നിങ്ങളെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചാൽ, അതായത് സീസൺ ക്രിക്കറ്റ് കളിക്കാനായിട്ട് വിളിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. കാരണം പേയ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് കൊടുക്കാതെയും അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഭയങ്കര ചീപ്പായിട്ടുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്പോൺസേഴ്സും മാനേജർമാരും ഇവിടെ കൊൽക്കത്തയിലുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ആദ്യമേ വരുമ്പോൾ നിങ്ങളുടെ ഡിസൈഡ് ചെയ്യാനുള്ള നിങ്ങൾക്ക് പേയ്മെൻറ്റ് പറയാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് മസ്റ്റായിട്ടും വരാൻ പാടുള്ളൂ. ഒരു കാരണവശാലും പേയ്മെന്റ് ഇല്ലാതെ ഇവിടെ വരരുത്. കാരണം സപ്പോസ് അവർ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പേയ്മെന്റ് കൊണ്ട് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും. കേരളത്തിൽ ഒരുപാട് പ്ലേയേഴ്സ് അങ്ങനെ വന്നിട്ട് ചീറ്റിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേയ്മെന്റ്. ഒരു ഓണറോ അല്ലെങ്കിൽ മാനേജറോ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ പേയ്മെന്റ് വ്യക്തമായിട്ട് പറയാം. കാരണം ഒരുപാട് വലിയ വലിയ സ്റ്റാർസ് കളിക്കുന്ന പോലെ പേയ്മെന്റ് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. ഇവിടെ വന്ന് പെർഫോം ചെയ്യണം. പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് കൂട്ടി തരുള്ളൂ. അത് ഏത് സ്പോൺസറായാലും ഏത് മാനേജറായാലും. അപ്പോൾ ഇവിടെ വരിക, പെർഫോം ചെയ്യുക, അതാണ് ആദ്യത്തെ കാര്യം. അതിന് മുന്നേ നമ്മൾ പേയ്മെൻറ്റ് അഡ്വാൻസ് ചെയ്തിട്ട് മാത്രം വരാം. പിന്നെ ഒരു പ്ലെയറുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്കിവിടെ ഡെയിലി പേയ്മെൻറ്റ് വാങ്ങാം, പെർ മാച്ച് പേയ്മെൻറ്റ് വാങ്ങാം. അതായത് ഡെയിലി പേയ്മെൻറ്റ് വാങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ. കാരണം നമുക്കൊരു മാച്ച് ഇല്ലാത്ത ദിവസം വരെ നമുക്ക് ആ പേയ്മെൻറ്റ് നമുക്ക് അവർ തരും. നമ്മൾ ഡീല് കോൺട്രാക്ട് പോലെ കോൺട്രാക്ട് സൈൻ ചെയ്യുക, അങ്ങനെ പരിപാടിയൊന്നുമില്ല. ആ ഒരു ഡീല് നമ്മൾ ആദ്യം സംസാരിച്ച് അതിനനുസരിച്ച് മാത്രം വരിക. അഡ്വാൻസ് പേയ്മെൻറ്റ് മസ്റ്റായിട്ട് വാങ്ങണം, അല്ലാതെ ഒരു കാരണവശാലും വരരുത്. പിന്നെ കേരള പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കൊൽക്കത്ത സീസൺ അവരെ സംബന്ധിച്ച് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം റെഗുലർ ആയിട്ടുള്ള മാച്ചസ് കിട്ടും, ഇൻകം അതിനനുസരിച്ച് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വീക്കെൻഡ്സിൽ മാത്രമായിരിക്കും ടൂർണമെൻറ്റ്സ്, വർക്കിംഗ് ഡേയ്സിൽ ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്ത് ഭയങ്കര കുറവാണ്. പക്ഷേ കൊൽക്കത്ത സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ടൂർണമെൻറ്റ്സ് ആയിരിക്കും. വീക്കിലി ചിലപ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടിയാൽ കിട്ടി, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. അല്ലാത്ത പക്ഷം ഏറ്റവും മിനിമം ഒരു 50,000 ടൂർണമെൻറ്റ് എന്തായാലും ഉണ്ടാവും ഇവിടെ കൊൽക്കത്തയിൽ. ടെന്നീസ് ക്രിക്കറ്റിൽ ഓൾ ഓവർ ഇന്ത്യ നമുക്കൊരു പേരെടുക്കണം എന്ന് ആഗ്രഹമുള്ള ഏത് പ്ലെയർക്കും കൊൽക്കത്ത സീസൺ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇവിടെ വന്ന് കളിച്ചാൽ പെർഫോമൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരുപാട് കോളുകൾ വരും പെർഫോം ചെയ്ത് കഴിഞ്ഞാലായിട്ട്. നമുക്ക് മുംബൈ ക്രിക്കറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ടെന്നീസ് ക്രിക്കറ്റിൻ്റെ തട്ടകം എന്ന് പറയുന്നത് മുംബൈയാണ്. ആ ഒരു മുംബൈ ക്രിക്കറ്റിലേക്ക് നമുക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. അതിലേക്ക് വരാനുള്ള സ്റ്റെപ്പുകളാണ് ഈ ഒരു കൊൽക്കത്ത സീസൺ. കാരണം കോളുകൾ വന്നാൽ അത് ജെനുവിനാന്ന് ചെക്ക് ചെയ്ത് അഷ്വർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കാനായിട്ട് 100 പേരുണ്ടാവും. അതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഗ്രൗണ്ടുകളെ സംബന്ധിച്ച് കൊൽക്കത്ത ഗ്രൗണ്ടുകൾ ഭയങ്കര ചെറുതായിരിക്കും. മാക്സിമം ഒരു 35-40 മീറ്റേഴ്സ് ആയിരിക്കും ഭൂരിഭാഗം. 90%, 99% ബൗണ്ടറി ഒരു ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോളേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം ബാറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് കൊൽക്കത്ത ഗ്രൗണ്ടുകൾ. ചെറിയ ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ ഹാർഡ് ബോൾ ടെന്നീസാണ്. എല്ലാവർക്കുള്ള ഡൗട്ടാണ്. കാരണം കേരളത്തിൽ മറ്റേ തിരുവനന്തപുരം, കൊല്ലം സൈഡിലൊക്കെ പച്ച ബോൾ, സോഫ്റ്റ് ബോൾ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഓൾ ഓവർ ഇന്ത്യ കളിക്കുന്ന ടൂർണമെന്റ്സ് എല്ലാം ഈ പച്ച ബോളാണ്. അപ്പോൾ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ അത് സോഫ്റ്റ് ബോളാണ് കളി എന്നാണ്. പക്ഷേ സോഫ്റ്റ് ബോൾ കളി ഓൾ ഇന്ത്യ ഓപ്പൺ ടൂർണമെന്റ്സ് കുറവെന്ന് തന്നെ പറയാം. 99% ഹാർഡ് ബോൾ ക്രിക്കറ്റാണ് നടക്കുന്നത്. കാരണം ഡേ നൈറ്റ് ടൂർണമെന്റ്സ് ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു കളർ കൊടുത്തിട്ടുള്ളതാണ്. ഹാർഡ് ബോൾ ടൂർണമെന്റ്സ് ആണ് ഓൾ ഓവർ ഇന്ത്യ എല്ലാ ടൂർണമെന്റ്സും. പിന്നെ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുറച്ച് നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. പെട്ടെന്നെല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യുക, അതാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളുന്നില്ല.
കാരണം നമ്മുടെ നാട്ടിലെ പോലെ സുലഭമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫുഡ് ഇവിടെ കിട്ടില്ല. ഇവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഒട്ടും മോശമെന്നല്ല ഞാൻ പറയണേ, ഒരു ആവറേജ് ഫുഡാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ഓക്കെ ആവണമെന്നില്ല. പിന്നെ ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് അറിയാം. അതായത് ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു 10 ഡിഗ്രി 8 ഡിഗ്രി വരെ തണുപ്പ് വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ആണ്, അത്ര ഓവറായിട്ടുള്ള ഒരു പ്രശ്നമല്ല. പിന്നെ ഒരു 4 മണി 4:30 5 മണി ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടായി തുടങ്ങും. പിന്നെ കൂടുതൽ ഇവിടെ ഡേ ടൂർണമെന്റ്സ് കൂടുതൽ ഡേ നൈറ്റ് ടൂർണമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കൊൽക്കത്ത 2ാമത്തെ സീസണാണ്. കാരണം കഴിഞ്ഞ കൊല്ലം അധികം നാൾ ഇവിടെ കളിക്കാനായിട്ട് പറ്റിയില്ല, 1-2 ആഴ്ച കളിക്കാനായിട്ട് സാധിച്ചുള്ളൂ. കാരണം വേറെ ടൂർണമെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അത്യാവശ്യം പെർഫോം ചെയ്തിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റി. ഇതിപ്പോൾ നമ്മൾ വേറൊരു നല്ലൊരു ട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോൺസറിനാണ് വന്നിട്ടുള്ളത്. അവർ ഇതുവരെ നമുക്ക് നമ്മുടെ സ്റ്റേ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും പേയ്മെന്റ് ആണെങ്കിലും എല്ലാം സെറ്റാണ്. കാരണം നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മളെ വിളിക്കുമ്പോഴായി ഇപ്പൊ സ്പോൺസേഴ്സ് വിളിക്കുമ്പോഴായ പോലും അവരെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ ഒരുപാട് ഉടായ്പകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് ഓൾറെഡി പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ ഒന്ന് പറ്റിക്കപ്പെട്ട് ഓടിപ്പോയ കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് ഇവിടെ കളിക്കാൻ വന്ന്, അതായത് ഇവിടെ അത്രയും ബുദ്ധിമുട്ടുണ്ടായി, പേയ്മെന്റ് കൊടുക്കാനുള്ള ഫുഡില്ല, ലാസ്റ്റ് ഇവരെന്തായി ഗുണ്ടാ സെറ്റപ്പ് വരെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇവർ ഓടി. അതായത് നമ്മള് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരെ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു കോള് വന്നാൽ നമ്മൾ ഓടിക്കേറി സംഭവം ഇവിടുത്തെ ഓഫർ ഇപ്പൊ ഡെയിലി ഇപ്പൊ ഒരു 3000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 4000 പെർ മാച്ച് കിട്ടുമ്പോൾ ഒരു ദിവസം 3 മാച്ച് കളിച്ച് 6000 കിട്ടി. 6000 വെച്ച് ഇപ്പൊ ഒരാഴ്ച കളിച്ച് കഴിഞ്ഞാൽ 7,40,000 ഒരാഴ്ച കിട്ടും. അപ്പൊ നമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വിളി വരുമ്പോൾ 2000 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1500 2000 മാച്ച് ഫീ അല്ലെങ്കിൽ 3000 മാച്ച് ഫീ എന്ന് പറയുമ്പോൾ നമ്മളെന്താ എടുത്ത് ചാടി പെട്ടെന്ന് നിങ്ങൾ ആ ഒരു പേയ്മെന്റ് കേട്ടിട്ട് ഒരിക്കലും വരരുത്. അതാ ഞാൻ പറഞ്ഞ അഡ്വാൻസ് പേയ്മെന്റ് മസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ട് മാത്രം വരാം. പിന്നെ രണ്ടാമത്തെ കേസ് ഈ അഡ്വാൻസ് പേയ്മെന്റും അങ്ങനെ, രണ്ടാമത്തെ കേസ് ഈ സ്പോൺസറെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു കഥ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ലാസ്റ്റ് ഒരു 2 സീസൺ മുന്നേ വരെ ഒരാൾ സ്ഥിരമായി മെസ്സേജ് അയക്കാറുണ്ട്. ആ ആള് കേരളത്തിൽ ഒരു എല്ലാ പ്ലേയേഴ്സിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മ ഇവിടെ അറിയണം 1-2 പേരെടുത്ത് അന്വേഷിച്ചപ്പോൾ ആൾ ഉടായിപ്പാണെന്ന് കേട്ടിട്ട് നമ്മൾ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു 2 സീസൺ മുന്നേ വരെ എനിക്ക് ഒരാൾ ഒരു 2-3 വട്ടം സ്ഥിരമായി മെസ്സേജ് അയക്കുന്നത്. അയാൾ എന്നെ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരുപാട്, അതായത് പറയാൻ നല്ല സ്പോൺസേഴ്സ് ഉണ്ട്. അതേമാതിരി തന്നെ ഇതൊരു ബിസിനസ് ആക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നാട്ടിൽ ഒരുപാട് പ്രീമിയർ ലീഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നാട്ടിലും നമ്മളെ അടുത്ത സ്റ്റേറ്റുകളൊക്കെ ഇപ്പൊ നമ്മളത് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നേക്കണെന്ന് വെച്ചാല്, നമ്മൾ ഇങ്ങനത്തെ ടൂർണമെന്റ്സ് കളിക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ, അതായത് ഇന്ത്യ ഓൾമോസ്റ്റ് അറിയും. അപ്പൊ അങ്ങനെ ഇന്ത്യ ഓൾമോസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നല്ല ടൂർണമെന്റ്സ് കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും നമുക്ക് നല്ലൊരു ടീമില്, ഇപ്പൊ നമ്മളൊരു ടീമിൽ സ്ഥിര സാന്നിധ്യം ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയി. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ISPL ഓപ്ഷൻ കഴിഞ്ഞപ്പോ നമ്മുടെ കേരളത്തിൽ 4 പേരെ കളിക്കുന്നുണ്ട്. അതിലിപ്പോ 4 പേര് ഇപ്പൊ ഈ കളിക്കാൻ ട്രയൽസിൽ വന്ന 4 പേരും ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ല ടൂർണമെന്റ്സ് കളിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളിങ്ങനെ പുറത്തെ ടൂർണമെന്റ്സ് കളിച്ച് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ തിരിച്ചറിയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ISPL പറഞ്ഞ പോലെ സൗത്ത് ഒരു സോൺ ആയിട്ടുള്ള ഓരോ ഓപ്ഷനാണ് നടക്കുന്നത്, സോൺ. അപ്പൊ ഈ സോണിലെ പ്ലേയേഴ്സിനെ അവർക്ക് അറിഞ്ഞാലാണല്ലോ അവർ വിളിക്കാം. നമ്മളെ പുറത്തുകാരിലും പറഞ്ഞാലാണല്ലോ നമ്മളെ വിളിക്കാം. അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കേസ് എന്താ വെച്ചാല്, ഇപ്പൊ കൊൽക്കത്തയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള്, അതായത് ഇപ്പൊ നമ്മളെ ഒരു സ്പോൺസർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കാം, മുന്നേ കളിച്ച പ്ലേയേഴ്സിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇപ്പൊ 2-3 സീസൺ കൂടെ വന്ന് കളിച്ച പ്ലേയേഴ്സിനോട് അവരൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പൊ പേയ്മെന്റ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ഇതിൽ സംസാരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ഇപ്പൊ ചിലപ്പോ എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് ചിലപ്പോ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അതായത് ഓരോ പ്ലേയേഴ്സിന്റെ, അതായത് ഒരു കാറ്റഗറി പോലെ ഇവിടെ അങ്ങനെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും പേയ്മെന്റ്, എന്തായാലും അങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ അവർ ഓൾറെഡി ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ വെച്ചാൽ ഇപ്പൊ നമ്മുടെ കളി കാര്യങ്ങളും അവർ യൂട്യൂബിൽ കാര്യങ്ങളെല്ലാം ഇപ്പൊ വെച്ചാൽ ഇന്ന് ഇത്രയും പ്ലാറ്റ്ഫോമുകളുള്ള സ്ഥിതിക്ക് അവരെല്ലാം ചെക്ക് ചെയ്ത് ഇപ്പൊ നമ്മളെ കുറിച്ച് അന്വേഷിച്ചിട്ട് അവര് നമ്മളെ വിളിക്കാം. അപ്പൊ ഇവിടത്തെ ഒരു ക്വാളിറ്റി എന്താ വെച്ചാല്, ഇവിടെ നമ്മൾ കളിച്ച് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മ പറയണ പോലെ കാര്യങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോ ചിലപ്പോ അവര് ഒരു പേയ്മെന്റ് പിടിച്ചു നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പേയ്മെന്റിന്റെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നേ എക്സ്പീരിയൻസ് ആയി കളിച്ച പ്ലേയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പേയ്മെന്റ് കിട്ടും. അതായത് അവര് പറഞ്ഞിരിക്കണ പേയ്മെന്റിൽ നമ്മൾ ഉറച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളായാലും നിങ്ങളായാലും ഇപ്പൊ നമ്മളൊരാളെ വിളിക്കുമ്പോൾ ഏറ്റവും കുറവ് പേയ്മെന്റ് കൊടുത്ത് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുള്ളൂ. അപ്പൊ അവരൊരു പേയ്മെന്റിൽ പിടിച്ചു നിൽക്കും. പക്ഷെ നമ്മളത് സംസാരിച്ചിട്ട് മുന്നേ കളിച്ച ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വ്യക്തത കിട്ടും. പിന്നെ നമ്മൾ ISPL ആണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു.
സൗത്ത് സോണിനെ പരമാവധി ചവിട്ടുന്ന ഒരു പ്രവണത എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ എല്ലാ ക്രിക്കറ്റിലും, എല്ലാ ബോൾ ക്രിക്കറ്റിലും ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേരളത്തിൽ ഇതിനെപ്പറ്റി കുറ്റം പറയാതെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തേടിയിട്ട് പോവുക. ഒരു പുറത്തൊരു കളി നമുക്കൊരു പേയ്മെൻറ്റ് കുറവാണെങ്കിലും ആ ഒരു ചാൻസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം പുറത്തിട്ട് ടൂർണമെന്റ്സ് എക്സ്പ്ലോർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പേരെടുക്കുക എന്നുള്ള സംഭവമാണ്. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ട്രാവലിങ്ങിനെ പറ്റിയാണ്. കാരണം നമ്മളൊരു മാനേജേഴ്സ് നല്ല ടീമിനെ ട്രസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് വണ്ടിയും അത് വെഹിക്കിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്നുണ്ടെങ്കിൽ സമയം. ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വേറൊരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് 2-3 മണിക്കൂർ മിനിമം ആവറേജ് ഒരു ട്രാവലിംഗ് വരുന്നുണ്ട് ഇവിടെ, അല്ലേ? അതായത് നമ്മളിപ്പോ നിക്കണ വീട്ടിലെത്ര വെച്ചാൽ നമ്മളൊരു 6-7 പേരുണ്ട്. ഈ 6-7 പേര് 7 ടൈപ്പ് പേയ്മെന്റ് ആണ് പ്ലേയേഴ്സ്. ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കളിക്കും. ഇപ്പൊ നമ്മ ഇവിടെ വന്നേ പിന്നെ കൊൽക്കത്ത വന്നേ പിന്നെ ഒരു 2 മണിക്കൂർ കുറഞ്ഞ എവിടെയും പോയി കളിച്ചിട്ടില്ല. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റേഴ്സ് ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങൾ ഇവിടെ തിരക്ക് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ട്രാവലിംഗ് കുറച്ച്, അതായത് ഇപ്പൊ നമ്മൾ 6 മണിക്കൂർ വരെ കണ്ടിന്യൂ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് 250-300 കിലോമീറ്റർ. വൺ സൈഡ് 6 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് 6 മണിക്കൂർ. അപ്പൊ അതായത് ട്രാവലിംഗ് കുറച്ച് ഇതായിരിക്കും. ചിലപ്പോ ട്രെയിൻ ആയിരിക്കും, ചിലപ്പോ വണ്ടി ആയിരിക്കും. അപ്പൊ നമ്മളത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കളി നമുക്ക്, അതായത് നമ്മുടെ കളി ഇമ്പ്രൂവ് ആക്കാനും പറ്റും. അതുപോലെ കളിയും കിട്ടും, പേയ്മെന്റും കിട്ടും. റെഗുലർ ആയിട്ടുള്ള കളി ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിനനുസരിച്ച് പേയ്മെന്റ് പറഞ്ഞു തന്നാൽ പേയ്മെന്റും നമുക്ക് ഓക്കെയാണ്. ആ ഒരു നമുക്ക് ഫോം മെയിൻറ്റെയിൻ ചെയ്യാനും അതെല്ലാം അതിനെ ഹെൽപ്പ് ചെയ്യും. വെസ്റ്റ് ബംഗാളിൽ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇത് ഭയങ്കര എന്താ പറയുക, കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം സ്റ്റേയും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു നോക്കൗട്ട് ടൂർണമെന്റ് ഉണ്ട്. അപ്പോൾ അത് കളിക്കാൻ പോവാണ്. ഉച്ചയ്ക്കാണ് മാച്ച്. നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 11 മണി ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സീസൺ ഇതുപോലത്തെ വണ്ടികളുണ്ടോ, ഇലക്ട്രിക് വണ്ടികൾ. ഇതായിരിക്കും ഇവിടെ കൂടുതലും നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലെ ഏറ്റവും കൂടുതൽ ഓടുന്ന വണ്ടികളതാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടില്ല ഒരുപാട് സ്ഥലങ്ങൾ. കൊൽക്കത്തയിൽ വൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പെട്ടിക്കടകളും പിന്നെ ഈ റിക്ഷകളും കണ്ടോ, ഇതൊക്കെ തന്നെയായിരിക്കും ഇവരുടെ ഒരു ആശ്രയം. വെജിറ്റബിൾസ്. हाय ऑल, मैं अभी कलकत्ता में हूँ. ये मेरा दोस्त गुरप्रताप, ही इज़ फ्रॉम पंजाब. बहुत अच्छा ऑलराउंडर है पंजाब से. गुरप्रताप, इंट्रोड्यूस करो तुम्हारा. I am Gurpratap from Punjab, left hand batting and left hand bowling. ओके, अभी ना हम कलकत्ता का सीज़न खेलने आए हूँ इधर. यहाँ डेली टूर्नामेंट्स होता है. अच्छा टूर्नामेंट्स है, नॉकआउट टूर्नामेंट्स. अभी कभी कभी लीग मैचेस होता है. अभी हमें डेली मैचेस के हिसाब से पेमेंट लेते हैं, या डेली डे पेमेंट भी हो सकता है. वो प्लेयर्स का क्वालिटी जैसे देख के वो स्पॉन्सर्स लोग देखते हैं. ठीक है. और तुम्हें कैसे लगा कलकत्ता का? यहाँ पे अच्छा है, यहाँ का एनवायरनमेंट भी अच्छा है. यहाँ की ग्राउंड डायमेंशन बहुत छोटी है. बहुत छोटा ग्राउंड है इधर का. ये बॉलर्स लोगों का ना कोई भी वैल्यू नहीं देता कलकत्ता क्रिकेट. 3 छक्का 4 छक्का एक ओवर में नॉर्मल है. जितना पंजाब में पावर प्ले का घेरा होता है, यहाँ पे उतनी तो बाउंड्री है. और ट्रैवलिंग का ऐसा कुछ बोले? ट्रैवलिंग के लिए यहाँ से देखो, जैसे पंजाब में लगा लो फाजिलका से चंडीगढ़ है, इतनी दूर जाना पड़ता है. 300-400 किलोमीटर एक मैच खेलने के लिए. सबसे मुश्किल चीज़ है ना ये यहाँ का ट्रैवलिंग होता है, क्योंकि बहुत बड़ा स्टेट है. इसीलिए एक जगह से दूसरा जगह जाने के लिए गाड़ी है अपने पास, लेकिन 2-3 घंटा एटलीस्ट हो जाता है. ऑल ओवर इंडिया टेनिस क्रिकेट का सबसे बड़ा टूर्नामेंट मुंबई में होता है और कलकत्ता में जगत सरकार, सरोज प्रमाणिक, पी कपोल जैसा सभी प्लेयर्स रहता है. वो उधर का सीजन क्रिकेट अच्छी तरह खेलता है. और कैसा लगा उन लोगों के अगेंस्ट खेलने का? मज़ा आता है, कंपटीशन मिलता है खेलने में. सभी प्लेयर्स को एक मौका है, कलकत्ता हो और क्रिकेट खेलो, एक्सपीरियंस हो जाएगा. क्योंकि यहाँ का छोटा ग्राउंड होता है ना, इसलिए वो एक्सपीरियंस बनाना है सबको.
ഹായ്, അപ്പൊ നമ്മളിന്ന് കൊൽക്കത്തയിൽ ഫസ്റ്റ് കപ്പടിച്ചേക്കാണ്. നമ്മൾ വന്നിട്ട് ഒരു മൂന്നാമത്തെ ടൂർണമെന്റ് ആണ് നമ്മളെ ടൂർണമെന്റ് കളിക്കാൻ വന്നേക്കണേ. ഇത് ഇവിടുത്തെ ഒരു കളി എന്ന് വെച്ചാൽ ബൗണ്ടറി ഇതിപ്പോ നമ്മൾ കളിച്ചതിനെ അപേക്ഷിച്ച് കുറച്ച് വലിയ ബൗണ്ടറിയാണ്. ഇത്രയും നമ്മൾ കൊൽക്കത്തയിൽ വന്ന് കളിച്ച് വെച്ചേക്കണം. പക്ഷെ ഇതൊരു മാറ്റിംഗ് വിക്കറ്റ് ആണ്. പക്ഷെ വിക്കറ്റ് നോക്കൂ ഇത് ഭയങ്കര കുറച്ച് അൺഈവൻ വിക്കറ്റാണ്. ഞാൻ വിക്കറ്റ് നോക്കും. കുറച്ച് അൺഈവൻ വിക്കറ്റാണ്, കുറച്ച് മോശം വിക്കറ്റാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു കുറച്ച് മാച്ചസ് ആയിട്ടുള്ളൂ. ഇപ്പൊ കൊൽക്കത്ത എന്ന് പറഞ്ഞ ഓൾമോസ്റ്റ് ബാക്കി നമ്മൾ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ടഫാണ് ഇവിടെ സെറ്റ് ആവാൻ. അപ്പൊ നമ്മള് ബോളിംഗ് ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ രണ്ടാളും ഇപ്പൊ ഈ മാച്ച് ഫൈനലിൽ നന്നായി ബോൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബാറ്റിംഗ് കുറച്ച് റെഡി ആവാനുണ്ട്. അത് റെഡിയാവും. എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മ അവിടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ നേരെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ കുറച്ച് ടൂർണമെന്റ്സ് ആയിട്ടുള്ളൂ, റെഡിയാവും. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. ഇപ്പൊ ആദ്യത്തെ ടൂർണമെന്റ് നമ്മൾ മൂന്നാമത്തെ ടൂർണമെന്റ് ആണ് നമ്മൾ കളിച്ചത്. അതിൽ നമ്മൾ സന്തോഷം. ഞാൻ ട്രോഫി കാണിച്ചു. ഒരുപാട് ജനങ്ങളാണ് കേട്ടോ. അതായത് ഇതാണ് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി.